അതൊക്കെ വല്ലാത്തൊരു ഭൂതിയാണ് കേട്ടോ. ഇവിടെ ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. വല്ലാത്തൊരു പൂതിയാണ് സതീശനാദികളെ നിങ്ങൾക്കുള്ളത്. അതിനുള്ളൊരു മറുപടി തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു സഖാവ് ഇന്ന് നിയമസഭയിൽ നൽകിയിരിക്കുന്നത്. പിണറായി വിജയനെതിരെ സംസാരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന പൂക്കി സി എമ്മിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വിട്ടിരിക്കുകയാണ് ഇരട്ടച്ചങ്കനായിട്ടുള്ള നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സഖാവ്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് പിണറായി വിജയൻ സഖാവ് ആവാൻ പാടില്ല എന്ന് പൂക്കികൾ പറഞ്ഞതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയായിരിക്കാം. അതായത് സഭയിൽ ഇവർക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ലെന്ന്. നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വർഷങ്ങളുടെ പഴക്കമുണ്ട് അയാളുടെ ഈ പറയുന്ന രാഷ്ട്രീയ ജീവിതത്തിന്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെ അത്രയും കാണും അയാളുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതിന് മുകളിൽ കാണും അയാളുടെ രാഷ്ട്രീയത്തിലുള്ള എക്സ്പീരിയൻസ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിട്ട് വാരാനോ അല്ലെങ്കിൽ സ്വന്തം കീശ വെറുപ്പിക്കാനോ ഉള്ളൊരു ഉപാധിയായിട്ടല്ല ആ ഒരു സഖാവ് അതിനെ കണ്ടിരുന്നത്. അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം പകുത്ത് നൽകിയിരുന്ന ഒരു നല്ല നേതാവ് തന്നെയായിരുന്നു പിണറായി വിജയൻ സഖാവ്. ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്ന അധികാരവർഗം, ഭരണപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷമായിരുന്ന ഭരണപക്ഷം എന്താണ് ചെയ്യുന്നത്? യു ടേണുകളുടെ അച്ഛനും അമ്മയും എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന, പേരെടുത്ത് പറയാൻ പറ്റുന്ന ഈ ഡബിൾ ഫാദർ സിൻഡ്രം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ഭരണപക്ഷത്തിരിക്കുന്നത്. അവർക്ക് തന്നെ ഒരു സ്ഥിരതയില്ല, എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ളത്. നെഹ്റുവിനെ താഴെ ഇറക്കുന്ന, ഗാന്ധിജിയെ താഴെ ഇറക്കുന്ന പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റുവും ഗാന്ധിയും കയറി വരും. എനിക്കൊരു അവസരം തരൂ, ഞാനതിനെ കയറ്റി കാണിക്കാം. വർഗീയ വിഷം തുപ്പുന്ന BJPയുമായിട്ട് ഒരു രീതിയിലുള്ള ഒരു സഖ്യത്തിനും ഒരു രീതിയിലുള്ള ഒരു ബന്ധം വെച്ച് പുലർത്താനും ഞങ്ങൾ പോവില്ല. അതിന് പോയിട്ടുള്ളത് ഈ പറയുന്ന CPMും CPIMും പിണറായി വിജയനും ഒക്കെ ആയിരുന്നു. ഈ സംഘികളുടെ അടിമപ്പണി ചെയ്ത് സംഘികളുടെ വീട്ടിലെ ദാസന്മാരും ദാസികളുമായിട്ട് പണിയെടുത്തത് CPIMും CPMും ആയിരുന്നു എന്നാണ് ലീഗിന്റെ അടിമയായിട്ടുള്ള KM ഷാജി എന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞത്. ഇവൻ വലിയ മെഴുകലായിരുന്നു. ഈ കവലകളിൽ അന്തിച്ചർച്ചകളൊക്കെ നടത്തില്ലേ എന്ന് പറയുന്നത് പോലെ, കവലകളുടെ പ്രസംഗം നടത്തില്ലേ എന്ന് പറയുന്നത് പോലെ, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന, ഗാന്ധിയെ താഴെ ഇറക്കുന്ന അവർ പാഠപുസ്തകത്തിലേക്ക് കയറി വരും എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ഗാംഭീര്യത്തിലായിരുന്നില്ലേ പറഞ്ഞത്. ആ പറച്ചിലിന് മാത്രമേ ഗാംഭീര്യം ഉണ്ടായിരുന്നുള്ളൂ, ആ പറച്ചിലിന് മാത്രമേ ഉറപ്പുണ്ടായിരുന്നുള്ളൂ. ഈ KM ഷാജിയുടെ നെഞ്ചിന് ആ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, അല്ലെ KM ഷാജിയുടെ ആണത്തത്തിന് ആ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയും ഈ പറഞ്ഞ KM ഷാജി തന്നെ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അറബിക്കടലിലേക്ക് എടുത്ത് എറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റുമോ? അത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ എടുത്ത് കളയാനായിട്ട് ഇത്ര എളുപ്പമാണോ ഇങ്ങനൊരു കേസ്? ഇത് ഒരു നിയമസംഹിതയിലുള്ള കാര്യങ്ങളല്ലേ? അത് നിയമത്തിന്റെ വഴിക്കേ പോവുള്ളൂ. പഴയ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഒപ്പിട്ടതാണെന്നേ. അത് ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. ഞങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നരേന്ദ്രമോദി ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് ഞങ്ങളെ പേടിപ്പിക്കും. അങ്ങനെ പേടിച്ചാൽ ഞങ്ങൾ നിക്കറിൽ മുള്ളും എന്നാണ് KM ഷാജി പറഞ്ഞത്. അപ്പൊ അതിൽ കൂടി തന്നെ KM ഷാജി എന്ന് പറയുന്ന ഒരാളുടെ, ഒരു ലീഗിന്റെ നേതാവിന്റെ നിലപാട് എന്താണെന്നും നിലവാരം എന്താണെന്നും വ്യക്തിത്വം എന്താണെന്നും നമുക്ക് മനസ്സിലായി. അപ്പൊ ഇന്ന് നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുകയായിരുന്നു നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും. രണ്ടുപേരും കൂടി ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതിൽ വലതുപക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷമായിരിക്കുന്ന ആളുകളെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു സഖാവ് നല്ല 8ന്റെ പണി കൊടുത്ത് തന്നെ പൂട്ടുന്നുണ്ട്. എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത്? അധികാരത്തിൽ വന്നിട്ട് എത്ര തവണ നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റമുണ്ടായി? എന്തൊക്കെ നിങ്ങൾ നാശങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു? ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് തന്നെ പിണറായി വിജയൻ സഖാവ് എടുത്തു പറയുകയുണ്ടായി. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ ഒരു പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം കൈയിട്ട് വാരാമെന്നോ സ്വന്തം കീശ വീർപ്പിക്കാമെന്നോ സതീശനാദികളോ സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വിചാരിക്കേണ്ട, അല്ലെ വ്യാമോഹിക്കേണ്ട. ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നങ്ങൾ എന്നൊക്കെ വേണം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിൽ വലതുപക്ഷ മാധ്യമങ്ങളടക്കം വലിയൊരു ക്യാമ്പയിൻ നടത്തിയത്. ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം CPMും CPIMും പിണറായി വിജയൻ തന്നെ മതി ഇനി പ്രതിപക്ഷ നേതാവെന്ന് തീരുമാനിച്ചുറപ്പിച്ചതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ വിയർക്കുന്നത് ആരാ? VD സതീശനാണ്. അപ്പപ്പോ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ളവരാണല്ലോ ഇവരുടെ കൂട്ടത്തിലുള്ളത്. അപ്പൊ അങ്ങനെ അവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ അത് നിയമസഭയിൽ വന്നു കഴിയുമ്പോൾ, പിണറായി വിജയന്റെ മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് എണ്ണി അക്കമിട്ട് പറയുന്നത് പോലെ പിണറായി വിജയൻ സഖാവുമാരുടെ മുഖം മൂടി വലിച്ചു കീറും. അപ്പൊ ഇതില് ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ആരും എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെ എന്നെ ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ മെഴുകുകയാണ്. അതിന് വല്ലാത്തൊരു പൂതിയാണ്. CPMനെയോ CPIMനോ അല്ലെങ്കിൽ എന്നെയോ അങ്ങ് താഴെ ഇറക്കി കളയാമെന്നോ അല്ല തകർത്ത് കളയാമെന്നോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണെന്ന് സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പിണറായി വിജയൻ സഖാവ് കൊടുക്കുന്നൊരു മറുപടി ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതൊക്കെ
ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ, അല്ലെ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന കസേരയിലിരുന്നപ്പോ എന്നാരും ചോദ്യം ചെയ്തില്ല പാർട്ടി. പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ ഇതിന് പിണറായി വിജയൻ സഖാവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എന്റെ പൊന്ന് സതീശൻ ജി, ഒരാളും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങളുടെ വലതുപക്ഷ മാധ്യമം, നിങ്ങളുടെ ഭ്രഷ്ടം താങ്ങുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയാണ് ഈ രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിട്ടത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിൽ CPM-ലും CPIM-ലും കടുത്ത വിരോധം അല്ലെങ്കിൽ കടുത്ത പ്രതിരോധം സൃഷ്ടിക്കുന്നു. പിണറായി വിജയനെ ഒരിക്കലും പ്രതിപക്ഷ നേതാവാക്കരുത്. പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഈ വലിയ തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സഖാവാണെന്നാണ് നിങ്ങളുടെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചത്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ആ ഒരു പാർട്ടിയിൽ നിന്നോ, അല്ലെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നോ നേതൃസ്ഥാനത്ത് നിന്നോ മാറ്റാനായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരുത്തിന് സാധിച്ചോ? വലിയൊരു സംഘടനയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഏവനെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഒരു കോപ്പും സാധിക്കില്ല. അതാണ് അയാളുടെ ഓറ. എന്തായാലും ഇതിന് സതീശനാദികൾക്ക്, അല്ലെ നമ്മുടെ പൂക്കി മുഖ്യന് പിണറായി വിജയൻ മുഖത്ത് നോക്കി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഖത്ത് നോക്കി കൊടുക്കുന്ന ഒരു മറുപടി. ഇതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇരട്ടച്ചങ്കൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ പേരെടുത്ത് വിളിക്കുന്നത്. അടിമകൾ അയാളെ പല പേരിലും വിളിക്കും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ആണത്തമുള്ള ജനങ്ങൾ എന്താണ് അവർക്ക് കിട്ടുന്നതെന്നും എന്താണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാവുന്ന ബുദ്ധിയും വിവേകവുമുള്ള പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ അയാളെ ഇരട്ടച്ചങ്കൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പേരെടുത്ത് പറയാം സഖാവെന്ന്. നമുക്ക് ആ മറുപടി ഒന്ന് കണ്ടുനോക്കാം. വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നല്ല. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്തായിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കേറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ നടന്നു പോയിട്ടില്ല കേട്ടോ. അതെല്ലാം നേരിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണ്, നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്റെ പൊന്ന് സതീശൻ ജി, നാണം കിട്ടും നാറിപ്പോയില്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുൻപില്? ഈ സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി സതീശന്റെ അച്ഛനും അമ്മയും ചിന്തിക്കുന്ന സമയത്ത്, അയാൾക്ക് ജനനം കൊടുക്കാനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് തന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരു മനുഷ്യനാണ് സഖാവ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെയും സതീശന്റെ പ്രായമുണ്ട് അയാളുടെ ഒരു എക്സ്പീരിയൻസിന്, അയാളുടെ രാഷ്ട്രീയ ഒരു പ്രവർത്തനത്തിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ പറയുന്ന ഊലാമ്പിയൊക്കെ കാണിച്ച് പേടിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ അതെങ്ങാനും വകവെക്കുവോ? ഈ എന്താ പറയുക, കഥന പൊട്ടിക്കുന്നവനെ ഈ ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കരുതെന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അയാളുടെ മുൻപിൽ ഒന്നും വില പോവില്ലെന്നേ. വലതുപക്ഷ മാധ്യമങ്ങളുടെ മൂടും താങ്ങിക്കൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പറയുകയാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ, അല്ല സ്വന്തം നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ പ്രശ്നമാണ് പിണറായി വിജയനെതിരെ. എന്നിട്ട് നിങ്ങൾ എന്താണ് അതിനെപ്പറ്റി ചെയ്യുന്നത്? അല്ലെ നിങ്ങൾ എന്താണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ആ ഒരു കാര്യത്തിന് അതിന് മറുപടി എന്നോണം പിണറായി വിജയൻ സഖാവ് പറയുന്നതാണ്, വലതുപക്ഷ മാധ്യമങ്ങൾ കൊത്തിക്കീറി തിന്നാൻ നോക്കിയിട്ട് അന്ന് നടന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നല്ലേ മരം പെയ്യുമ്പോൾ, അല്ലെ പേമാരിക്ക് നനയ്ക്കാൻ പറ്റിയിട്ടില്ല, പിന്നല്ലേ മരം പെയ്യുമ്പോഴെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. അങ്ങനെ തന്നെ സതീശന്റെ മുഖത്ത് നോക്കി മറുപടി കൊടുത്തിരിക്കുകയാണ്. അയ്യോ ഞങ്ങൾ അങ്ങ് തീർന്നു പോയേ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വിഷമമൊന്നും ഞങ്ങളുടെ ആരുടെ ഇടയിലില്ല. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ മൂടും താങ്ങിയിരിക്കുന്ന നിങ്ങളുടെ മാധ്യമങ്ങൾ, അതായത് വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്ത വൃത്തികെട്ട പണികൾ, അതൊന്നുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങ് വലിയ സംഭവമാണ്, വലിയ കാരണഭൂതനാണ്, ഏകാധിപതിയാണ്, ഏകഛത്രാധിപതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുത്തി തീർക്കാനായിട്ടും ഇത് തന്നെയാണ് പ്രധാന കാരണമായതെന്നാണ് പിണറായി വിജയൻ സഖാവ് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ എങ്ങനെയും അങ്ങ് പിണറായി വിജയനെ തീർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് വന്ന പൂക്കി മോന്റെ സംഘത്തിനുമൊക്കെ
ഇപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ട്. അന്നനാളവും അണ്ണാക്കും നിറഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരു സംശയവും വേണ്ട. ഏതൊക്കെ പൂക്കി മക്കൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ നോക്കിയാലും അതിനെയൊക്കെ നേരിടുന്ന രീതി അത് ഈ രീതിയിൽ തന്നെയായിരിക്കും. പറയേണ്ടത് എവിടെ പറയണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള, എവിടെ എങ്ങനെ പറയണമെന്നും എപ്പോൾ പറയണമെന്നും കൃത്യമായിട്ട് ബോധ്യമുള്ള, ആണത്തമുള്ള ഒരൊറ്റ തന്തയ്ക്ക് പറഞ്ഞൊരു മനുഷ്യൻ്റെ പേരായിരുന്നു പിണറായി വിജയൻ സഖാവ്. ആ പിണറായി വിജയൻ സഖാവ് കൊടുക്കുന്നതിന് മറുപടി തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയനെ അങ്ങ് തീർത്ത് കളഞ്ഞിട്ട് LDF അങ്ങ് തീർന്നു, ഇടതുപക്ഷം അങ്ങ് അവസാനിച്ചു, കമ്മ്യൂണിസം ഇനി ഇല്ല, ഈ കേരളത്തിൽ കമ്മ്യൂണിസം ഇനി വേരോടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ കുങ്ങികൾക്കും കമ്മികൾക്കും സംഘികൾക്കും സുഡാപ്പികൾക്കും ജിഹാദികൾക്കും എല്ലാവർക്കുമുള്ളൊരു മറുപടിയാണ് ഇന്ന് ഈ പിണറായി വിജയൻ സഖാവ് നൽകിയിരിക്കുന്നത്. അയാളൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, ആ ഒരു തിരിച്ചുവരവിൻ്റെ വലിയൊരു സിഗ്നൽ. ആ തിരിച്ചുവരവിൽ വെന്ത് വെണ്ണീറായി പോകും സതീശൻജി, നിങ്ങളുടെ ഈ ചിരിക്കൊട്ടാരവും നിങ്ങളുടെ ഈ നുണക്കൊട്ടാരവും ഒക്കെ. എത്ര നാൾ നിങ്ങൾക്ക് ഈ നുണകൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും? 1 വർഷമോ 2 വർഷമോ 3 വർഷമോ അത് ഈ 5 വർഷമോ നിങ്ങൾ ഈ നുണകൾ കൊണ്ട് തന്നെ പോകാനാണോ ശ്രമിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് കയറിപ്പോകാൻ നിങ്ങൾ വിചാരിക്കരുത്. ബുദ്ധിയുള്ള ഒരു കൂട്ടം ജനങ്ങളുമുണ്ട് കേരളത്തിൽ. നിങ്ങളെ ജയിപ്പിച്ച, നിങ്ങൾ എന്തൊക്കെ ഉരുട്ടി കൊടുക്കുമെന്ന് വിചാരിച്ച് ജയിപ്പിച്ച ആ നെറികെട്ടവരെയല്ല ഞാൻ പറയുന്നത്. അറിവും വിവേകവുമുള്ള, വിദ്യാഭ്യാസമുള്ള, എന്താണ് വിവരമെന്ന് അറിയാവുന്ന കുറച്ച് ആളുകളുമുണ്ട് കേരളത്തിൽ. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാം ക്ലിയർ ആണെന്നേ, എല്ലാം അറിയാമെന്നേ. ഇനി അറിയില്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കപടമുഖം, നിങ്ങളുടെ നീച പ്രവർത്തികൾ അവരെ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഉണ്ടാവും. എന്തായാലും എന്നും നേരിനൊപ്പം എല്ലായ്പ്പോഴും നിലകൊള്ളാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനി അത് പിണറായി വിജയനാണ് ചെയ്യുന്നതെങ്കിൽ പിണറായി വിജയനൊപ്പവും, ഇനി അതല്ല അത് VD സതീശനാണ് ചെയ്യുന്നതെങ്കിൽ VD സതീശനൊപ്പവും നിൽക്കാൻ തന്നെയാണ് തീരുമാനം. അതിൽ ഒരു മാറ്റവുമില്ല. അതിൽ എന്നെ കമ്മിയാക്കാനോ സംഖ്യയാക്കാനോ സുഡാപ്പിയാക്കാനോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ നല്ലതാരിയുന്നു അവർക്കൊപ്പം നമ്മൾ നിൽക്കും, നേരിനൊപ്പം നമ്മൾ നിൽക്കും. അതിനി ആര് ചെയ്താലും അതിലൊരു മാറ്റവുമില്ല. എന്തായാലും സതീശനാദികൾക്ക് ശരിക്കും കിട്ടിബോധിച്ചിരിക്കുകയാണ്. അയാളുടെ മുന്നിലേക്ക് വെറുതെ ചെന്ന് കയറി കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ KGF പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ഉപദേശം തരാം സാർ, ഒരിക്കലും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത്. കാരണം നിങ്ങളുടെ പ്രായമുണ്ട് അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്. അത് തന്നെയാണ് പ്രധാന കാരണം. അപ്പോൾ വെറുതെ പോയി പണി മേടിക്കരുതെന്നേ പറയാനുള്ളൂ. സഖാവ് എന്തായാലും ഇരട്ടച്ചങ്കനെന്ന് കേരളത്തിലെ ജനങ്ങൾ വിളിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എവിടെ എന്ത് പറയണമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയും. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.